അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഇൻശിറാഹ് ഒന്നാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക്. താങ്കൾക്ക് നാം താങ്കളുടെ ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലേ. അലം നശ്റഹ്, നാം വിശാലമാക്കി തന്നില്ലേ, ലക്ക താങ്കൾക്ക്, സ്വദ്റക് താങ്കളുടെ ഹൃദയത്തെ. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിലുണ്ടായ കടുത്ത എതിർപ്പിന്റെ പേരിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയേറെ വിഷമിച്ചിരുന്നു. ആ സന്ദർഭത്തിലാണ് ഈ സൂക്തം അവതരിക്കുന്നത്. അള്ളാഹു ചോദിക്കുകയാണ്, താങ്കൾ എന്തിന് വിഷമിക്കണം, താങ്കൾ എന്തിന് ദുഃഖിതനാവണം? അള്ളാഹു താങ്കൾക്ക് ഹൃദയ വിശാലത നൽകിയിട്ടില്ലേ, ഹൃദയം വിശാലമാക്കി തന്നില്ലേ എന്നതിന് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും ഏത് പ്രയാസഘട്ടത്തെയും തരണം ചെയ്യാനുള്ള മനഃശക്തിയും മനോദാർഢ്യവും മനക്കരുത്തും നൽകി എന്നതാണ് അതിൻ്റെ ഒരർത്ഥം. യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഉൾക്കാഴ്ചയും ജ്ഞാനവും നൽകി എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. ഇസ്ലാമിനെ പൂർണ്ണമായ സംതൃപ്തിയോടെ അംഗീകരിക്കാനും അതിൻ്റെ നിയമനിർദ്ദേശങ്ങളിൽ മനസ്സമാധാനം കണ്ടെത്താനും കഴിയുക എന്നതാണ് ഹൃദയ വിശാലതയുടെ മറ്റൊരു വ്യാഖ്യാനം. അള്ളാഹു മനുഷ്യന് നൽകുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് ഹൃദയ വിശാലത. ധൈര്യം, ക്ഷമ, സഹനം, വിനയം, ദയ, ദൃഢമനസ്കത, സത്യാന്വേഷണം മുതലായ സൽഗുണങ്ങൾ ഹൃദയവിശാലതയെ ആശ്രയിച്ചിരിക്കുന്നു. വിജ്ഞാനം, ദൃഢവിശ്വാസം, അള്ളാഹുവിനെയും പരലോകത്തെയും സംബന്ധിച്ച ബോധം മുതലായവ അതിനെ പരിപോഷിപ്പിക്കുന്നു. സീനാ മരുഭൂമിയിൽ വെച്ച് മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബിശ്റഹ് ലി സദ്രി, നാഥ എൻ്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണമേ എന്നായിരുന്നു. ആ വിശാലത ലഭിക്കുമ്പോഴാണ് ഒരു പ്രബോധകന് വിജയിക്കാൻ സാധ്യമാവുക. ആ വിശാലത ലഭിക്കുമ്പോഴാണ് ഒരു പ്രബോധകൻ കരുത്തനായി മാറുക, ഒരു പ്രബോധകൻ ദൃഢവീക്ഷണമുള്ളവനായി മാറുക. ആ ഹൃദയ വിശാലത ലഭിക്കുമ്പോഴാണ് പ്രബോധിതരോട് ഗുണകാംക്ഷയോടെ പെരുമാറാനും അവരുടെ നന്മ ലാക്കാക്കി അവരോട് വിട്ടുവീഴ്ച ചെയ്യാനും പുറത്തു കൊടുക്കാനുമെല്ലാം ഒരു വ്യക്തിക്ക് സാധ്യമാവുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ദ്രോഹിച്ച, കഠിനമായി ഉപദ്രവിച്ച മക്കയിലെ സത്യനിഷേധികളെ മുന്നിൽ കിട്ടിയ സന്ദർഭമാണ് മക്ക വിജയത്തിന്റെ സന്ദർഭം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് പ്രതികാരം വീട്ടിയില്ല എന്നല്ല, ഇദ്ഹബു അൻതുമുത്തുലഖാ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, വിടുതൽ തന്നിരിക്കുന്നു എന്ന് അവരോട് പറയുകയാണ് ചെയ്തത്. ഹൃദയ വിശാലത യഥാർത്ഥത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഇഹലോകത്തിന്റെ നിസ്സാരതയും പരലോകത്തിന്റെ വിശാലതയും ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടുക. ഇങ്ങനെ ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നതുമായി നേർക്കുനേരെ ബന്ധമുള്ള ഒന്നാണ് ഹൃദയ വിശാലത. അത് റസൂലെ താങ്കൾക്ക് നാം നൽകിയില്ലേ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഈ അധ്യായത്തിലെ പ്രഥമ സൂക്തത്തിൽ ചോദിക്കുന്നത്. പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് അനുഭവിച്ചിരുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് മോചനം നേടാൻ കഴിഞ്ഞത് അള്ളാഹു അദ്ദേഹത്തിന് ഹൃദയവിശാലത നൽകിയത് കൊണ്ടാണ് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏത് ഗൗരവപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും നിശ്ചയദാർഢ്യത്തോടെ മനക്കരുത്തോടെ ആ ഉത്തരവാദിത്വമായി മുന്നോട്ട് പോകാനും അതിൻ്റെ മുന്നിൽ വരുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് അതിനെ വിജയിപ്പിച്ചെടുക്കാനും ശറഹ് സദർ, ഹൃദയവിശാലത കൂടിയേ തീരൂ. അള്ളാഹുവിൻ്റെ പ്രവാചകന് അതിനെല്ലാം സാധ്യമായത് അദ്ദേഹത്തിന് ഹൃദയവിശാലത നൽകപ്പെട്ടത് കൊണ്ടായിരുന്നു. സൂക്തം പാരായണം ചെയ്യുമ്പോൾ 2 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക. ഹ ഹ സോദ് സോദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم نشرح لك صدرك. ألم نشرح لك صدرك. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ.